ഹലോ എവരിവൺ. മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിന്റെ 14ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ഐസർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുമാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. റെസ്ട്രിക്ഷൻ എൻസൈം എന്താണെന്നും റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ റെക്കഗ്നിഷൻ സീക്വൻസും സ്റ്റിക്കി എൻസ് ഈ ഒരു കോൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. പ്രൊവൈഡഡ് ബിലോ ആർ റെക്കഗ്നിഷൻ സീക്വൻസസ് ഫോർ റെസ്ട്രിക്ഷൻ എൻസൈം 1, 2 and 3. അപ്പൊ 3 റെസ്ട്രിക്ഷൻ എൻസൈംസ് തന്നിട്ടുണ്ട് ആൻഡ് അതിന്റെ റെക്കഗ്നിഷൻ സീക്വൻസും തന്നിട്ടുണ്ട്. അതായത് റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യുന്ന സ്ഥലം. ഈ റെസ്ട്രിക്ഷൻ എൻസൈം 1 നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അയാൾ ഇവിടെയാണ് കട്ട് ചെയ്യുക അല്ലെ. AGCTT എന്നാണ് റെക്കഗ്നിഷൻ സീക്വൻസ്. അതിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്യുക, ശരിയല്ലേ? യെസ്. ഇവിടെ റെസ്ട്രിക്ഷൻ എൻസൈം 2 കട്ട് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. അപ്പം ഇങ്ങനെ 2 കഷ്ണങ്ങളാണ് ഉണ്ടാവുക. ഇങ്ങനെ ഒരു കഷ്ണം ഉണ്ടാവും, ഇങ്ങനെ ഒരു കഷ്ണം ഉണ്ടാവും, ശരിയല്ലേ? ആൻഡ് സിമിലർലി ഇവിടെ കട്ടാവും, ഇവിടെ കട്ടാവും. സോ ഇങ്ങനെയാണ് കട്ടാവുന്നത്, ശരിയാണല്ലോ? യെസ്. ഇനി നമുക്ക് ബാക്കി ചോദ്യം വായിക്കാം. ആരോസ് ഇൻഡിക്കേറ്റ് ദ പൊസിഷൻസ് വെയർ ദ എൻസൈംസ് ഡൈജസ്റ്റ് ഓൺ ദ 2 സ്ട്രാൻഡ് അല്ലേ. സിമിലർലി NCERT-ലുള്ള പോലത്തെ ആരോ തന്നെയാണ് ഇവിടെ റെപ്രസെന്റേഷൻ. GATTC ICOR1ന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് എങ്ങനെയാ കട്ട് ചെയ്യുന്നത് നമ്മൾ ഇതേപോലെ ആരോ ഇട്ടിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ദ റെസ്ട്രിക്ഷൻ എൻസൈം 1 ഡൈജസ്റ്റഡ് DNA ലൈഗേറ്റ് ടു? അതായത് ഇവിടെ ചോദിച്ചത് റെസ്ട്രിക്ഷൻ എൻസൈം 1 ഡൈജസ്റ്റ് ചെയ്ത DNA കഷ്ണത്തിനെ ആർക്കൊക്കെ ഏതൊക്കെ റെസ്ട്രിക്ഷൻ എൻസൈമിനെ കൂട്ടി വെക്കാൻ പറ്റും, DNA ലൈഗേഷൻ നടത്താൻ പറ്റും, DNA ജോയിൻ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ നമ്മൾ പഠിച്ച കാര്യമാണ്. നമ്മൾ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ എടുത്തു, അതിനെ ICOR1 വെച്ച് കട്ട് ചെയ്തു. ഈ ഒരു പ്ലാസ്മിഡ് വെക്ടറിനെയും ICOR1 വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിക്കി എൻസ് ഉണ്ടാവുന്നു. ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ആ പ്ലാസ്മിഡ് വെക്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നും നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് സെയിം ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റും പ്ലാസ്മിഡ് വെക്ടറും കട്ട് ചെയ്യുകയാണെങ്കിൽ ഈസിലി ആയിട്ട് ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ പ്ലാസ്മിഡ് വെക്ടറിലേക്ക് ലൈഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്റ്റിക്കി എൻസ് കാരണമാണ് ആ പ്ലാസ്മിഡ് വെക്ടറിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നോക്കേണ്ടതാണ് റെസ്ട്രിക്ഷൻ എൻസൈം 1 കാരണം കട്ട് ചെയ്ത DNA വേറെ ഏതൊക്കെ റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ട് കട്ട് ചെയ്ത DNA ആയിട്ട് ലൈഗേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഏതൊക്കെ റെസ്ട്രിക്ഷൻ എൻസൈംസിന് സിമിലർ ആയിട്ടുള്ള സ്റ്റിക്കി എൻസ് ഉണ്ടാവുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി, ശരിയല്ലേ? യെസ്. ഞാൻ ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഞാൻ ചിത്രം വരച്ചുകൊണ്ട് തന്നെ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ചിത്രത്തിൽ തന്നെ റെസ്ട്രിക്ഷൻ എൻസൈം 1. അവരുടെ കട്ടിങ്ങിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്, കട്ട് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആരോ മാർക്ക് ചെയ്ത സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്ക്, ഈ എന്റെയും ഇടയിൽ കട്ടാവും, ഈ എന്റെയും ഇടയിൽ കട്ടാവും. അതായത് DNA ഇങ്ങനെ 2 കഷ്ണമായി മാറും, ശരിയാണല്ലോ? യെസ്. അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണല്ലോ കട്ടാവുക. ഇങ്ങനെ കട്ടായാല് ഇങ്ങനെയാണ് കട്ടാവുക, ശരിയല്ലേ? അപ്പം ഈ എൻഡ് അതിലെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ വിളിച്ചിട്ടുണ്ട് എന്ത് എൻഡ് എന്ന് ഇയാളെ വിളിക്കുക? സ്റ്റിക്കി എൻസ് എന്നാണ് വിളിക്കുക. സ്റ്റിക്കി എൻഡ്. സ്റ്റിക്കി എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇയാൾക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു സീക്വൻസ് ഇനി അതിന്റെ അടുത്ത് വന്നാൽ തന്നെ ഇവർ തമ്മിൽ ഒട്ടിപ്പിടിക്കും, ശരിയല്ലേ? ഈ ഒരു സീക്വൻസ് ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു എന്ന് വിചാരിച്ചോ, അപ്പൊ അത് പണ്ടത്തെ പോലെ ഒട്ടിപ്പിടിച്ച് DNA ആവും, ശരിയാണല്ലോ? യെസ്. അപ്പൊ ഇയാളുടെ സ്റ്റിക്കി എൻഡിൽ ആരാണ് വരേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ടിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് A വരണം, സിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് G വരണം, ജിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് C, ഇവിടെ T വരണം. ഈ സീക്വൻസിൽ ആര് വന്നാലും ഇയാള് ഒട്ടിപ്പിടിക്കും. കാരണം ഇയാൾക്ക് സ്റ്റിക്കി എൻഡ്സ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്, ശരിയല്ലേ? യെസ്. അപ്പോ ഇനി ഈ റെസ്ട്രിക്ഷൻ എൻസൈം 1 കൊണ്ട് കട്ട് ചെയ്ത് ആളുടെ സ്റ്റിക്കി എൻഡ് നമ്മൾ കണ്ടു. ഇനി ആർക്കൊക്കെ AGCT എന്ന് പറയുന്ന എൻഡ് ഉണ്ട്, അവരെ എല്ലാം ആ DNA എല്ലാം ഇയാൾക്ക് ലൈഗേറ്റ് ചെയ്യാൻ ഒട്ടിക്കാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. യെസ്. ഇനി ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിൽ ആർക്കൊക്കെ ഈ പറയുന്ന സ്റ്റിക്കി എൻഡ്സ് ഉണ്ട് നമ്മൾ നോക്കിയാൽ പോരെ? യെസ്. സ്വാഭാവികമായിട്ടും RE1ന്റെ അതർ എൻഡ് എന്ന് പറയുന്നത് ഈ സീക്വൻസ് ആവില്ലേ? AGC
ടി AGCT എന്ന് പറഞ്ഞ സീക്വൻസ് ആവും. സോ RE1 കൊണ്ട് കട്ട് ചെയ്ത DNA ഇവിടെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റും. ശരിയാണല്ലോ. അപ്പൊ RE1 ക്വാളിഫൈഡ് ആണ്. ഇനി RE2 നമുക്ക് നോക്കാം. റെസ്ട്രിക്ഷൻ എൻസൈം 2. റെസ്ട്രിക്ഷൻ എൻസൈം 2 കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ ഇവിടെ കട്ടായി, ആൻഡ് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ ഇവിടെ കട്ടായി. ഇവിടെ ഉണ്ടാവുന്ന സീക്വൻസ് എന്ന് പറയുന്നത് AGCT ആണ്. AGCT. അപ്പൊ റെസ്ട്രിക്ഷൻ എൻസൈംസ് നമ്മൾ പറയുന്ന ഈ സ്റ്റിക്കി എൻഡിൽ വന്ന് ഒട്ടുന്ന ആളല്ലേ? യെസ്. അപ്പൊ ഇവിടെ ഇയാളും ക്വാളിഫൈ ആയി. ശരിയാണല്ലോ. യെസ്. ഇനി RE3 നമ്മൾ നോക്കാം. ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ടായി, ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ടായി. എന്താണ് ഉണ്ടായ റെസ്ട്രിക്ഷൻ സൈറ്റ്, ഇവിടെ ഉണ്ടായ സീക്വൻസ് എന്ന് പറയുന്നത്? നോക്ക്, എന്താ ഉണ്ടായത്? AGCT ആണ്. AGCT അല്ലേ നമുക്ക് വേണ്ടത്? യെസ്. അപ്പൊ റെസ്ട്രിക്ഷൻ എൻസൈം 3യും ക്വാളിഫൈ ആയി. ശരിയാണല്ലോ. അപ്പൊ റെസ്ട്രിക്ഷൻ എൻസൈം 1 കൊണ്ട് കട്ട് ചെയ്ത DNA റെസ്ട്രിക്ഷൻ എൻസൈം 2 കൊണ്ടും 3 കൊണ്ടും ആൻഡ് 1 കൊണ്ടും കട്ട് ചെയ്ത DNA ആയിട്ട് തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ ഓൾ 3 RE1, RE2, RE3 ഡൈജസ്റ്റഡ് DNA തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ പറ്റും. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി. ഓക്കെ. അപ്പൊ ഇതുപോലെ കോൺസെപ്ഷ്യലി റിച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വരാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മിഷൻ ഐസർ എന്ന് പറഞ്ഞ ഈ വീഡിയോ സീരീസും സ്റ്റാർട്ട് ചെയ്തത്. ഐസറിന് വന്നതും വരാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ആൻഡ് ഐസറിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും ഈ വീഡിയോ സീരീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കണം ുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ചോദിക്കാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ഐസറിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസും ഇപ്പോൾ ഐസറിൽ ജോയിൻ ചെയ്ത കുട്ടികളും അടങ്ങുന്ന ഒരു ഗ്രോയിങ് കമ്മ്യൂണിറ്റിയാണ് നമ്മളുടെ ടെലിഗ്രാം ചാനൽ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളും അതിൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങളൊരു എക്സ്ക്ലൂസീവ് ഐസർ കോച്ചിങ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലഭിക്കുന്നതാണ്. അതുപോലെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റിലും പോയി നോക്കുക. സോ അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസും കാണാവുന്നതാണ്. സോ മിഷൻ ഐസർ എന്ന് പറഞ്ഞ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.